ഭാര്യ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ മഴവിൽ മനോരമയിൽ. അതിൽ വന്നാണ് നമ്മുടെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഇന്നലെ സിദ്ധാർത്ഥ് ഓടിച്ച കാറിടിച്ച് ഒരാൾക്ക് പരിക്ക് പറ്റിയല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ വെറുതെയുള്ള ഭാര്യയിലാണ് മൂപ്പരുടെ ഈ സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയും ഒരു മത്സരാർത്ഥിയായിട്ട് വന്നത്. അച്ഛനെ കാണാനും നല്ല ഭംഗിയാണ്, അമ്മേനെ കാണാനും നല്ല ഭംഗിയാണ്, ഇവനെ കാണാനും നല്ല ഭംഗിയാണ്. ഇവൻ്റെ പെങ്ങളുണ്ട്, പെങ്ങളും ഇനി തട്ടിമുട്ടിയിലൊക്കെ അഭിനയിച്ചു തുടങ്ങും. ഇപ്പോൾ പെങ്ങൾ ഫോറിനിലെ നേഴ്സാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നല്ല. കാരണം വെച്ചാൽ ഇവൻ തട്ടിമുട്ടിയിൽ നല്ല ഫേമസായ നല്ലൊരു പയ്യനാണ്. അങ്ങനെ ഒരു മോശമായിട്ടുള്ള കുടിച്ചോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളെന്നല്ല. ഇതിപ്പോൾ ഒരു മനുഷ്യനല്ലേ, ഒരു അബദ്ധമൊക്കെ എപ്പോഴും പറ്റും. പക്ഷേ ആ അബദ്ധം പറ്റിയത് ഇപ്പം നമ്മൾക്കിപ്പോൾ വലിയൊരു വിഷയമായിട്ട് മാറ്റി അങ്ങനെ അവനെ ടാറടിച്ച് കാണിക്കുക വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇതിനെതിരെ, ഈ സംഭവത്തിനെതിരെ നമ്മുടെ ജിഷ്ണു, ബിഗ് ബോസ് താരം ജിഷ്ണു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിഷ്ണു പറഞ്ഞതിൽ വളരെയധികം സത്യമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞാൽ ഇവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്, നിയമമുണ്ട്. അതിനൊക്കെ ഒരാളും അതിനതീതനല്ല. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയത്ത് ആ സ്പോട്ടിൽ വെച്ചിട്ട് ഈ സിദ്ധാർത്ഥനെ ഉപദ്രവിച്ച അവിടെയുള്ള നാട്ടുകാർ ഏറ്റവും മൃഗീയമായുള്ളൊരു കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. സിദ്ധാർത്ഥ് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി, അതിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ ഇത്രയും നേരം കണ്ടോണ്ടിരുന്നത്. പക്ഷെ ഇതല്ല, ഇതില് ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്യുന്നത്. ഇതിൽ ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി, അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവര് ചെയ്ത ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വണ്ടി തട്ടി എന്നാൽ പിന്നെ ഇയാളെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുക. ഇതന്നെ വേണ്ട. അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? ഇവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് റോഡിലൊക്കെ ഇട്ടിട്ട് ചവിട്ടുന്നു. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായിട്ടുള്ള കേരളം? പണ്ട് ഈ പറയുന്ന മധുവിനെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പരിതപിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ പരിതാപമൊന്നുമില്ല ഇപ്പൊ ആർക്കും. എന്തേ? അവനൊരു ആർട്ടിസ്റ്റാണ്, അവനൊരു സെലിബ്രിറ്റിയാണ്. എന്നുവെച്ചാല് മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം, അതാണല്ലോ വേണ്ടത്. ഇപ്പൊ കുറെ പേര് പറയായിരിക്കും, എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അവനെ ചെയ്തതെന്ന്. ഇത് ചെയ്യാൻ വേണ്ടിയാണോ ഇവിടെ നാട്ടുകാരുള്ളത്? ഇവിടെ പോലീസുകാരും കേസും കോടതിയും ഒന്നുമില്ലേ? ഇവരാണോ കൈകാര്യം ചെയ്യുന്നത്? ഈ പുറകിലിരിക്കുന്ന ഈ ലോകത്തിൽ ആദ്യമായിട്ട് മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ച ആളൊന്നല്ല ഈ സിദ്ധാർത്ഥ്. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ മിക്കവാറും എല്ലാവരും മദ്യപിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അത് നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, അതിനെ അനുകൂലിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഇതിന് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഒരാളെ ചവിട്ടി കൂട്ടി ഒരാളെ നാട് റോഡിലിട്ടിട്ട് വലിച്ചിറക്കി കഴുത്തിന് മുറുക്കിയിട്ട് ശ്വാസം മുടിച്ചിട്ടല്ല പ്രതികരിക്കേണ്ടത്. പ്രബുദ്ധ കേരളമാണ് പോലും, പ്രബുദ്ധ കേരളം. നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ? നിങ്ങൾക്ക് ഇതിലൊന്നും പ്രതികരിക്കണ്ട അല്ലേ? ബാക്കി എല്ലാത്തിനും ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇതിലൊന്നും പ്രതികരണമൊന്നുമില്ല. എന്ന് വെച്ചാൽ അവനൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ബിഗ് ബോസ് താരം അതുപോലെ ഒരു നടൻ എന്നുള്ള നിലയിലും നമുക്ക് ജിഷ്ണുവിനെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ആ ജിഷ്ണു പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേ? ജിഷ്ണു പറഞ്ഞതിൽ ജിഷ്ണു ഇങ്ങനെ ഇത്രയും ചൂടായി പറഞ്ഞതിൽ കാര്യമുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അപകടം നടന്നാൽ അവിടെയൊക്കെ നാട്ടുകാർ കയറി അവിടെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് പോലീസ്? നിയമം എന്തിനാണ്? മദ്യപിക്കുന്നവരെ പിടിക്കാനായിട്ട് പോലീസുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർക്ക് ഇതൊന്നും ചെയ്യാനോ, ഒരാളെ കയ്യേറ്റം ചെയ്യാനോ, ഒരാളെ കഴുത്ത് പിടിച്ച് പിരിക്കാനോ, അയാളെ റോട്ടിലിട്ട് ചവിട്ടാനോ ഒന്നും ഒരു അധികാരമില്ല. ജിഷ്ണു പറഞ്ഞത് 100% ശരിയാണ്. ഇനിയിപ്പോൾ ഇവൻ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ ഈ നാട്ടുകാരിങ്ങനെ കൈകാര്യം ചെയ്തതെന്ന് എനിക്കറിയില്ല. തെറ്റുകളും കുറ്റങ്ങളൊക്കെ ആർക്കും പറ്റും. ക്രിസ്മസ് സീസണാണ്, ന്യൂ ഇയറാണ്. അപ്പോൾ ആരായാലും 2 പെഗൊക്കെ അടിച്ചു എന്ന് വരും. അതിനിങ്ങനെയൊന്നും ചെയ്യണത് വളരെ മോശമാണ്. ജിഷ്ണുവിൻ്റെ ആ ഒരു വീഡിയോയോട് 100% ഞാനും അംഗീകരിക്കുന്നു.